ഹലോ ഞാൻ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതായത് നമ്മൾ വിളക്കൊക്കെ തേക്കുന്നത് ഞാൻ പല വീഡിയോ ഒക്കെ വേറെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇത് കറുത്തിരിക്കേണ്ട ഒരു സാധനമായിരുന്നു കേട്ടോ. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങളെ കാണിക്കാമെന്ന് എഴുതിയിരുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാതെ ഇത് കണ്ടോ. ഇപ്പോൾ നല്ല നിറം വെച്ചത് പരീക്ഷണമായിരുന്നു, പക്ഷേ അത് വിജയിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കറുത്തിരിക്കുകയായിരുന്നു. ഇത് ഞാൻ എങ്ങനെ വെളുപ്പിക്കുന്നു എഴുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അത് നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ വിളക്കും എണ്ണയൊക്കെ പിടിച്ച് നന്നായി ഞാൻ കഴുകിയിട്ട് കാണിക്കാം. ആദ്യം തന്നെ വിളക്ക് ഇതിലേക്ക് കാണുന്നില്ല, താഴെ പോവോ? വിളക്ക് എണ്ണയൊക്കെ പിടിച്ച് ക്ലാവ് പിടിച്ചിട്ട് കറുത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ നല്ല നിറം വെച്ചിട്ടുണ്ടല്ലോ, കുത്തനായിട്ടുണ്ട്. ഇത് ഉണ്ടോ? ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതവിടെ വെക്കുക. ഇനി ഞാനിത് കിണ്ടി കാണിച്ചു തരാം കേട്ടോ. കിണ്ടി ഇതേമാതിരി തന്നെ നല്ല കറുത്തിരിക്കുന്നത് ഉപേക്ഷിച്ച നിലയിൽ ഞാനിത് ഉപേക്ഷിച്ചത് തന്നെ പറയാം. അത്രയ്ക്കും കറുത്തിരിക്കുകയായിരുന്നു. ഒന്ന് ഓഫ് ചെയ്യുന്നിട്ട് രണ്ടാമത് ഇടും. ഇതൊക്കെ ഉണ്ടോ? ഇത് ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചില്ല. ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും ഞാൻ ഇത് കറുത്തത് എങ്ങനെയാണ് വെളുത്തത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ? ഹിന്ദിയാണെങ്കിലും വെളുത്ത് സുന്ദര കുട്ടപ്പിയാണോ കുട്ടപ്പനാണോ അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടും കൂടി ഇരിക്കുന്ന ആ സൂത്രപ്പണി എന്താണെന്ന് ഞാൻ പറയാൻ പോവാം കേട്ടോ. അതായത് നമ്മൾ ഡിഷ് വാഷ് കുറച്ചെടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് എത്ര പാത്രമുണ്ട്, എത്ര ഓട്ട് വിളക്കുണ്ട്, അല്ലെങ്കിൽ എത്ര ഇതുണ്ട്, അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട്, അളവൊന്നുമില്ല, കുറച്ചങ്ങ് എടുത്തു. ഞാനൊരു വിളക്കും ഒരു കിണ്ടിയും മാത്രമേ ഇപ്പോൾ തേച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ഒരു സ്ക്രബ്ബർ, ഉപയോഗിക്കാത്ത സ്ക്രബ്ബർ എടുക്കണം കേട്ടോ. കാരണം വിളക്ക് തേക്കാനല്ലേ. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാത്തൊരു സ്ക്രബ്ബർ എടുത്തിട്ട് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ശക്തി എടുക്കുകയൊന്നും വേണ്ട, പതുക്കെ തേച്ച് വരുമ്പോൾ തനതാനെ കളറിങ്ങനെ മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു സോ മച്ച്.